ഇന്ന് ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ഇരുമ്പ് ചട്ടി അടുപ്പിൽ വയ്ക്കുക. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ആ എണ്ണ ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അതിലോട്ട് നമ്മൾ ഇഞ്ചി തൊലി കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയ 100 ഗ്രാം ഇഞ്ചിയാണ് ഇടുന്നത്. വട്ടത്തിലരിഞ്ഞതാണ്. സോ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അതായത് നല്ല ബ്രൗൺ കളറിൽ ക്രിസ്പി ആയിട്ട് വരണം. അപ്പം കുറച്ച് സമയം എടുക്കും. കരിയാതെ നല്ല ക്രിസ്പി ബ്രൗൺ കളറിലാവണ വരെ വെയിറ്റ് ചെയ്യാം. ആ ഒരു ആവശ്യത്തിന് നമുക്ക് വേണ്ട ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കത് കോരാം. അതിനൊരു ഈർപ്പം ഇല്ലാത്ത നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ളൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. ഇതിപ്പോൾ 100 ഗ്രാം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് കംപ്ലീറ്റ് എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫ്രൈ ചെയ്യാനുള്ളത് കൊച്ചുള്ളിയാണ്. അതും ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് തിന്നായിട്ട് വട്ടത്തിലരിഞ്ഞെടുത്തതാണ്. ഒരു 10-15 കൊച്ചുള്ളി എടുക്കേണ്ടി വരും. അതും കഴിയാതെ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ ബിരിയാണിയിലൊക്കെ ഫ്രൈഡ് ഓണിയൻ ഇടുമല്ലോ, ആ ഒരു പോലെ നല്ല ക്രിസ്പി ആയിട്ട് ബ്രൗൺ കളറിൽ കിട്ടണം. ഇനിയും കുറച്ചുകൂടെ ഒരു ബ്രൗൺ കളർ ആവാനുണ്ട്. അപ്പം ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ അടുപ്പിൽ നിന്ന് കോരുവാണ്. നേരത്തെ ഇഞ്ചി എടുത്തു വെച്ച അതേ പാത്രത്തിലോട്ട്. ഇനി ഇടുന്ന പച്ചമുളകാണ്. നമുക്ക് എരിവിനനുസരിച്ചിടാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. ഇവിടെ ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈസിൽ ഒരല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതും ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. അതും വറുത്ത് കോരി. ഇടയ്ക്ക് ഈ അടുപ്പ് ചേഞ്ച് ആയത് കറണ്ട് പോയപ്പം ഇൻഡക്ഷൻ പിന്നെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഒരു 3 തണ്ട് കറിവേപ്പില അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെയും ഈ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കി കടുകിട്ട് വറ്റൽമുളക് ഇടുക. 2 വറ്റൽമുളക്. ഇനി 1 തണ്ട് കറിവേപ്പില. ഇതാണ് ഞാൻ നേരത്തെ നമ്മൾ വറുത്ത് കോരിയ സാധനങ്ങളെല്ലാം പൊടിച്ചത്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുപ്പിലോട്ട് നമ്മളൊരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇടണം. അതും ആവശ്യത്തിന് ഇട്ടാൽ മതി. നമ്മുടെ എരിവ് ടോളറേഷൻ അനുസരിച്ച് ഇട്ടാൽ മതി. നേരത്തെ നമ്മൾ പച്ചമുളക് അരച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതിനകത്തോട്ട് പുളി പിഴിഞ്ഞൊഴിക്കണം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വലിയ നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളിയാണ് എടുക്കുന്നത്. അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അരിപ്പയിൽ കൂടെ ഒഴിച്ചു കൊടുക്കും. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുന്നുണ്ട്. നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് ഇനി ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും കൂടെ ഇടുന്നുണ്ട്. ഇനി നമ്മളിത് തിളച്ച് വരുമ്പോഴത്തേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത സാധനങ്ങളെല്ലാം അരച്ച് വെച്ചിരുന്നല്ലോ, അതിനെയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളവും കൂടെ ആവശ്യത്തിന് വയ്ക്കുക. ഇത് നമ്മൾ കുറച്ചുകൂടെ നേരം തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അപ്പം ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അരച്ച് വെച്ച സാധനം ഇതിനകത്ത് മിക്സായി എന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഈ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിന്
ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കര ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടാലും കുഴപ്പമില്ല, ബട്ട് ശർക്കരയാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരണം. അതായത് ഈ ഒരു രീതിക്കാണ് വരേണ്ടത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കളർ കുറച്ചുകൂടെ നല്ല ഡെൻസായി, അതുപോലെ കൺസിസ്റ്റൻസിയും മാറിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്, ഇനിയും തീയിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. സോ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഈ ഒരു കളറിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അതായത് ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. താങ്ക് യു.